സിദ്ധ വൈദ്യത്തിൽ ഒരു ഒഴിച്ചിലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കോട്ടയ്ക്കലിൽ നിന്ന് ചെയ്തിട്ട് പോലും എനിക്ക് ശരിയാവാത്തത് ഈ സിദ്ധ ചികിത്സ. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചികിത്സയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അന്ന് തുടങ്ങിയ പ്രഷർ ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത് ഭയങ്കരമായിട്ട് പ്രഷർ കൂടുകയും കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ടിയൊക്കെ വന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ സർവീസിൻ്റെ കണക്ക് നോക്കുമ്പോൾ എന്നേക്കാൾ താഴെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് SI. അവൻ വന്നിട്ട് എന്നെ ഭീകരമായിട്ട് മർദ്ദിക്കുകയാണ്, പരസ്യമായിട്ട് മർദ്ദിക്കുകയാണ് അവൻ ചെയ്യുന്നത്. ഈ ജനങ്ങൾ ഇത്രയും കഷ്ടത അനുഭവിക്കുമ്പോൾ ഇവരുടെ കൂടെ ഇരിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതത്ര മോശം കാര്യമല്ല. അങ്ങനൊരു ചിന്ത എനിക്ക് വന്നു.